സൗവർണിക, ശശി തരൂർ ബി ജെ പിയിലേക്ക് പോയോ? ഇവിടെ മാധ്യമങ്ങൾ കുറേ നാളുമുണ്ട് ശശി തരൂർ ബി ജെ പിയിലേക്ക്, കോൺഗ്രസ് അടിച്ചിറക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരെയും, അതായത് ഒരു തഗ്ഗെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതുപോലെ നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തും ഇതേപോലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശശി തരൂർ പ്രചരണ രംഗത്തേക്ക് എത്തിയായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും മാധ്യമങ്ങൾ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി ഉടുപ്പം തെച്ച് കാത്തിരിക്കുകയാണ് എന്ന മട്ടിൽ റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ തരൂർ വീണ്ടും കോൺഗ്രസിൻ്റെ യോഗങ്ങളിൽ സജീവമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ മാധ്യമങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടേ? അല്ല, തീർച്ചയായും ഇനിയും എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ വീണ്ടും മാധ്യമങ്ങൾ പറയാൻ പോകുന്നത് ശശി തരൂർ ബി ജെ പിയിലേക്കോ, ശശി തരൂർ പോകും. കാര്യം നമുക്കറിയാം, ഒരുപാട് നാളായി തൻ്റെ ആശയങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പോഴെല്ലാം തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്ന തലത്തിൽ വാർത്തകൾ വരുന്നു. ചേച്ചി പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ ഒരു സമയത്ത് പോലും തരൂർ ബി ജെ പിയിലേക്ക് പോകും. പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു വാക്കെന്ന് പറയുന്നത് തരൂരായിട്ട് കോൺഗ്രസ് വിടില്ല, പാർട്ടി തരൂരിനെ പുറത്താക്കില്ല, അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് തരൂര് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ കണ്ടതാണ് ആ സമയത്ത് തിരുവനന്തപുരത്തെ എം പി ആയ തരൂര് തിരുവനന്തപുരത്ത് ഒരു മാസ് എൻട്രി നടത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സജീവമായിരുന്നു അന്ന് തരൂര്. അന്ന് തരൂര് ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ വീണ്ടും ചർച്ചകളൊക്കെ ഒരു തീർന്നൊരവസ്ഥയായിരുന്നു. അതിനുശേഷവും തരൂരിന്റെ ഓരോ തരൂര് കൊടുക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ തരൂര് ഏതെങ്കിലും പത്രത്തിന് കൊടുക്കുന്ന എഡിറ്റോറിയൽ അല്ലെങ്കിൽ ലേഖനങ്ങൾ ഇവയൊക്കെ എടുത്തു വെച്ചിട്ട് അതിന്റെ വാലും അറ്റവും ഒക്കെ പരാമർശിച്ചുകൊണ്ട് അതിലെ ഏതോ ആന്തരികാർത്ഥങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മുൻപൊരിക്കൽ ശശി തരൂർ പി രാജീവിനെ കുറിച്ച്, വ്യവസായ വകുപ്പിനെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ LDF സർക്കാരിന്റെ. അപ്പോൾ അന്ന് ഇവരാരും പറഞ്ഞില്ലല്ലോ ശശി തരൂർ LDFിലേക്കാണ് അല്ലെങ്കിൽ CPMലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞില്ല. പക്ഷേ ഇവരെന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഈ മാധ്യമങ്ങൾ BJPയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്? അത് ശരിയാണ്, ശശി തരൂർ പലപ്പോഴും ചില മോദിയുടെ ചില സമീപനങ്ങളോട് പ്രകീർത്തിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അനുമോദിക്കുന്ന രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിദേശ സഞ്ചാരത്തിലൂടെ ടീമിനെ പ്രധാനമന്ത്രി തയ്യാറാക്കിയപ്പോൾ അതിൽ ശശി തരൂർ ഉൾപ്പെട്ടിരുന്നു. അവസാനത്തെ അവാർഡിൽ തരൂരിന് സവർക്കർ അവാർഡ്. അപ്പോൾ അല്ല, ആ ടീമിലേക്ക്, വിദേശ സന്ദർശനത്തിന് പോയ ടീമിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയപ്പോൾ ശശി തരൂർ ഒരു MP ആണ്. അപ്പോൾ ഒരു MP യോട് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുകയാണ് ഈ സംഘത്തിൽ താങ്കളുമുണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ കോൺഗ്രസ്സുകാരനാണ് അതുകൊണ്ട് വരില്ല എന്ന് അതിനെ നിഷേധിക്കണോ? അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതാണ്, അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യതയുമുണ്ട്. അപ്പോൾ അത് നിഷേധിക്കണം എന്നാണോ അപ്പോൾ ഈ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് സംശയം തോന്നാം. പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ ശശി തരൂർ അങ്ങനെ അത് നിഷേധിച്ചു, പോകാൻ തയ്യാറായില്ലെങ്കിൽ അവിടെ ഒരു വിമർശനം വരും. കോൺഗ്രസ്സുകാരനായതുകൊണ്ട് തരൂര് പോയില്ല, CPM ഉൾപ്പെടെ അല്ലെങ്കിൽ LDF ഉൾപ്പെടെ ഉള്ളവർ പറയില്ലേ, സ്വാഭാവികമായും പറയും കേരളത്തിലെ ഒരു MP അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ പോയില്ല. നിലവിൽ K രാധാകൃഷ്ണനാണല്ലോ അവർക്ക് ആകെയുള്ളൊരു MP LDFിനെ സംബന്ധിച്ച്. ഞങ്ങളുടെ MP ആയിരുന്നെങ്കിൽ പോകുമായിരുന്നു എന്ന് പറയും. മറുവശത്ത് പ്രിയങ്ക ഗാന്ധി പോയി ചായ കുടിച്ചാൽ അത് വിവാദം. ഏത് വിഷയത്തിലും വിവാദമാക്കുക എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ല, പക്ഷേ PM ശ്രീ പദ്ധതിയിൽ ജോൺ ബ്രിട്ടാസ് ഒരു ബ്രിഡ്ജായി വർത്തിച്ചു എന്ന് പറയുമ്പോൾ ബ്രിട്ടാസ് BJPയിലേക്ക് പോകുന്നു എന്ന് പറയാനൊന്നും ആരുമില്ല. CPM-ഉം അതായത് LDF സർക്കാരും BJPയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എന്ന് പറയുമ്പോഴും എല്ലാവരും അത് വ്യാജമാണ്, വെറുതെയാണ് പറയുന്നത്, BJP അവരുടെ ആജന്മ ശത്രുക്കളാണ് എന്ന് പറയുകയും ചെയ്യും. പക്ഷേ ശശി തരൂർ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ശശി തരൂർ BJPയിലേക്ക് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് അല്ലേ യഥാർത്ഥത്തിൽ BJPയുമായി വളരെ അടുത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്തതും അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കിയതെല്ലാം ജോൺ ബ്രിട്ടാസ്. അപ്പോൾ അതെങ്കിൽ അങ്ങനെ ഇവരെന്തുകൊണ്ട് പറയുന്നില്ല ജോൺ ബ്രിട്ടാസ് BJPയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് എന്ന് പറയാത്തത് എന്താ? അല്ല, ചിലപ്പോൾ അതൊരു കാര്യമുണ്ടല്ലോ ചേച്ചി, കോൺഗ്രസും BJPയുമാണല്ലോ സത്യത്തിൽ ഒരു ശത്രുമുഖം, അല്ലെങ്കിൽ പരസ്പരം എപ്പോഴും പോരെടുക്കും. അവർക്ക് BJPയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, അവരെല്ലാം ഒരേ തോണിയിലെ യാത്രക്കാരാണെന്ന് അവർക്ക് തന്നെ അറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മാധ്യമങ്ങൾ പോലും അത് അത്രത്തോളം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് എന്ത് ചെറിയ നീക്കമുണ്ടായാലും സവർക്കർ പുരസ്കാരം അത് ശശി തരൂർ സ്വീകരിച്ചില്ല. സവർക്കർ പുരസ്കാരം പ്രഖ്യാപിച്ചത് മുതൽ ശശി തരൂർ BJP പാളയത്തിലേക്കോ, ശശി തരൂർ ഇപ്പോൾ പോകും, ശശി തരൂരിന്റെ അറിവോട് കൂടിയാണ് ഇതെന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് പറഞ്ഞത്. അല്ല, നേരത്തെ മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻപ് കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പായാലും അതിന് മുന്നിലത്തെ തെരഞ്ഞെടുപ്പുകളിലായാലും ഇപ്പോൾ ശശി തരൂർ മത്സരിച്ച
തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും ഈ കോൺഗ്രസിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം ഉണ്ടായി എന്നെല്ലാം പല റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഹൈക്കമാൻഡ് ഇടപെട്ട് തന്നെ അതെല്ലാം കോംപ്രമൈസ് ചെയ്യിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വിരുദ്ധമായി ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലുമെല്ലാം കോൺഗ്രസ് ഒരൊറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നത് തന്നെ ഇവിടെ ഒരു പോസിറ്റീവ് തരംഗം ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പം എങ്ങനെയും അവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം വാർത്തകളെല്ലാം ഇവിടെയുള്ള മാധ്യമ സഖാക്കന്മാർ പടച്ചുവിടുന്നത് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ശശി തരൂരിന് പാർട്ടിയുമായോട് ഒരു പിണക്കമുണ്ട്, അല്ലെങ്കിൽ പാർട്ടിയിൽ മുന്നോട്ട് പോകില്ല, അല്ലെങ്കിൽ BJP പലരും പറയുന്നുണ്ടല്ലോ ശശി തരൂരിന്റെ മനസ്സ് BJP മനസ്സാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ സമാപിച്ച KPCCയുടെ നേതൃത്വ ക്യാമ്പിൽ ശശി തരൂർ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഇവർക്ക് എല്ലാവർക്കും ഒപ്പം വളരെ ചിരിച്ചുകൊണ്ട് പോസിറ്റീവായിട്ടാണ് തരൂർ സംസാരിച്ചത്. പിന്നെ ഇന്നലെ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു കാര്യമുണ്ട്, ശശി തരൂർ എന്ന് പറയുന്നത്, അത് ഞാൻ ചെന്നിത്തല പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്, 100% രാഷ്ട്രീയക്കാരനല്ല ശശി തരൂർ. ഞങ്ങളെ ഒന്നും പോലെയല്ല. അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം, അദ്ദേഹത്തിന്റെ രീതികളൊക്കെ വ്യത്യസ്തമാണ്, അത് സത്യമാണ്. എന്താണ് നമ്മൾ പറയുന്ന ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരനല്ല തരൂർ. അത് ഒരിക്കലും തരൂരിന് പോലും അവകാശപ്പെടാൻ കഴിയില്ല ഞാനൊരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയാൻ കഴിയില്ല. അത് പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തരൂരാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചത്, എനിക്കൊപ്പമാണ് എപ്പോഴും പാർട്ടി, ഞാൻ പാർട്ടിക്കാരനാണ്, പാർട്ടിക്കൊപ്പമാണ്. ആരാണ് പറഞ്ഞത്? എന്താണ് ഞാൻ കൊടുക്കുന്ന ലേഖനത്തിന്റെ അറ്റവും മൂലയും എടുത്ത് നിങ്ങൾ ഹെഡ്ലൈൻ ആക്കുന്നു, അതെടുത്ത് അടുത്ത ക്യാപ്സുൾ അല്ലെങ്കിൽ അതെടുത്ത് മറ്റുള്ളവർ വ്യാഖ്യാനം ചെയ്യുകയാണ് അത് ചെയ്യുന്നത് പലപ്പോഴും. ഇപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു രാജ്യസ്നേഹിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എപ്പോഴും ഒരു രാഷ്ട്രീയത്തിലുപരി ഒരു രാജ്യസ്നേഹം നിഴലിക്കുന്നുണ്ട്. പിന്നെ യുവാക്കളെ പറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ അതുകൊണ്ടാണ് ഇവരെപ്പോഴും, കാരണം BJP ഉയർത്തിപ്പിടിക്കുന്നത് ഒരു ദേശസ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ്. അവർ എപ്പോഴും ഉയർത്തി കാണിക്കുന്നത്, എല്ലാത്തിലും ഒരു ദേശസ്നേഹം ഹൈലൈറ്റ് ചെയ്യുന്ന, ദേശീയതയെ ഉയർത്തി കാണിക്കുന്നത് കൊണ്ടായിരിക്കാം പലപ്പോഴും ശശി തരൂരിന്റെ വാക്കുകളെ ഇവർ ഈ തരത്തിൽ വ്യാഖ്യാനിക്കാൻ കാരണമാകുന്നതെന്ന് തോന്നുന്നു. അത് മുൻപ് തന്നെ ദേശീയ ഗാനത്തെ ബഹുമാനിക്കുന്ന കാര്യത്തിലായാലും ശരി, ഏത് വിഷയത്തിലായി ഇപ്പൊ ഭരിക്കുന്ന അത് ഏത് പാർട്ടി ആയാലും ശരി, അവർ ചെയ്യുന്ന ഒരു പോസിറ്റീവ് കാര്യത്തെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് പൊതുവെ ഈ രാഷ്ട്രീയത്തിൽ കാണുന്ന, ഇപ്പൊ UDF ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അവർ എടുക്കുന്ന ഏതു തീരുമാനത്തെയും എതിർക്കുക എന്നത് LDFന്റെ നയമായിരുന്നു. അതിൽ ശരിയാണോ തെറ്റാണോ എന്നൊന്നും വിശകലനം ചെയ്യാതെ അതിലെല്ലാം തെറ്റു മാത്രം പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കുക എന്നത് മാത്രമായിരുന്നു LDFന്റെ രീതി. ഇപ്പോൾ കേന്ദ്രത്തിലായാലും UPA സർക്കാർ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇവിടുത്തെ സർക്കാർ എന്താണ് ചെയ്തിരുന്നത്? ഇവിടുത്തെ ഇടതുപക്ഷം അവിടെ നോക്കി അതിനെ എപ്പോഴും അതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ അന്യായമുണ്ടോ എന്നൊന്നും നോക്കാതെ കൃത്യമായി അതിനെ കുറ്റം പറയുക എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്, NDA സർക്കാർ. അപ്പോൾ അവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിഷ്കാരങ്ങളിൽ അതിൻ്റെ പോസിറ്റീവ് വശത്തെക്കുറിച്ച് പറയുക എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിപക്ഷ മര്യാദയാണ് എന്ന് തന്നെ പറയാം. ശരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത്. രാജ്യക്ഷേമത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി, അത് ഏത് കക്ഷി ഭരിക്കുമ്പോഴായാലും ശരി, അത് രാജ്യത്തിന് നല്ലതാണ് എങ്കിൽ അതിനെ അംഗീകരിക്കുക എന്നത് ശരിയായ ഒരു പ്രതിപക്ഷത്തിൻ്റെ രീതിയാണ്. അത് മാത്രമാണ് ശശി തരൂർ ചെയ്തത് എന്ന് തന്നെയാണ് അന്നും എൻ്റെ അഭിപ്രായം, ഇപ്പോഴും അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കർശനമായി എന്ത് പറഞ്ഞാലും എതിർക്കുക എന്നുള്ളതാണ്. എന്ത് കാര്യം മുന്നോട്ട് വെച്ചാലും അല്ലെങ്കിൽ ഇപ്പൊ അവിടെ വികസനം ഉണ്ടോ ഇല്ലെന്നൊന്നും ചർച്ച ചെയ്യില്ല. ഇപ്പം കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ UDF ഇരിക്കുമ്പോൾ LDF എല്ലാ കാര്യത്തെ എതിർക്കുക. പക്ഷെ ഞാനിപ്പോൾ ചേച്ചി പറഞ്ഞു പോർത്തൊരു കാര്യമുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്താണ് പുതിയ BJP മേയർ വന്നപ്പോൾ ശബരിനാഥ് പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്ക് 101 പേർക്കും ഒരുമിച്ച് പോകാം ഒറ്റ മനസ്സായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസനത്തിന് വേണ്ടി. നിങ്ങൾ കൊണ്ടുവരുന്ന ഏത് വികസന പദ്ധതിക്കും നല്ല ആശയങ്ങൾക്കും ഞങ്ങളൊപ്പം ഉണ്ടാകും. മറിച്ച് നിങ്ങൾ പോകുന്നത് വഴിതെറ്റിയാണെങ്കിൽ പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ അതിനെ എതിർക്കും. അത് ഒരു പ്രതിപക്ഷത്തിരിക്കുന്നവർ ചെയ്യേണ്ട കാര്യം ഇതാണ്, നല്ല കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാൽ, അതിപ്പോൾ BJP ആകട്ടെ കോൺഗ്രസ് ആകട്ടെ LDF ആകട്ടെ, ആര് നല്ല കാര്യം മുന്നോട്ട് വെച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. എന്നാൽ എതിർക്കേണ്ട കാര്യങ്ങളെ മാത്രമാണ് എതിർക്കേണ്ടത്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം ആ പറഞ്ഞ ഒരു കാര്യം നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ പ്രതിപക്ഷം അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് തന്നെ, അവരുടെ ആ രീതിയാണ് ഏറ്റവും വളരെ, അല്ലാതെ ഇവിടുത്തെ ഇടതുപക്ഷത്തെ പോലെ എന്ത് ചെയ്താലും വളർത്താൻ പിടിച്ചാലും കിയോ, കൊല്ലാൻ പിടിച്ചാലും കിയോ എന്നൊരു നയമാണ് യഥാർത്ഥത്തിൽ ഈ LDF കാലങ്ങളായി കൊണ്ടുപോകുന്നത്. അതിനെ മാറ്റിക്കുറിക്കാൻ കോൺഗ്രസിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം.